നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മകരമാസം 15-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച, അതായത് 2026 ജനുവരി മാസം 29-ാം തീയതി. നാളെ ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, വ്യാഴാഴ്ചയാണ്. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:52, അസ്തമയം വൈകിട്ട് 6:23. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്ന രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ വ്യാഴാഴ്ചത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൻ്റെ അവസാനമാണ്. നാളെ കാലത്ത് 7:15 വരെ രോഹിണി നക്ഷത്രമാണ്. 7:15 കഴിഞ്ഞാൽ പിന്നെ മകേരിയം നക്ഷത്രവുമാകുന്നു. ആദ്യത്തെ 30 നാഴിക എന്നാൽ 12 മണിക്കൂർ. ഉദ്ദേശം വൈകിട്ട് 6:30-7 മണി വരെ മകേരിയം ഇടവക്കൂറും അതിനുശേഷം മിഥുന കൂറുമാകുന്നു. നാളത്തെ തിഥി വളരെ നല്ല തിഥിയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാളെ വ്യാഴാഴ്ച കാലത്ത് 7:15 വരെ രോഹിണി നക്ഷത്രം, ഏകാദശി. കൃഷ്ണന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കുട്ടികളുടെ പേരിൽ വെണ്ണ നിവേദ്യം, തുളസിമാല, പാൽപ്പായസം വഴിപാടായി ചെയ്യുക. വളരെയധികം ഉത്തമമായ ഫലം ലഭിക്കും. ഗർഭിണികളാകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ വെണ്ണ നിവേദ്യം, തുളസിമാല, പാൽപ്പായസം വളരെ അനുകൂലമായി വരും. 7:15 കഴിഞ്ഞാൽ പിന്നെ മകേരിയം നക്ഷത്രമാണ്, വ്യാഴാഴ്ച മകേര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ നാളെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യാം. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾക്ക് ഭൂമി പൂജ വളരെ ഗുണമാണ്. ഓം വരാഹമൂർത്തിയെ നമഃ വളരെ അനുകൂലമാണ്. മകേര്യം, ചിത്ര, അവിട്ടം ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചൊവ്വയുടെ നക്ഷത്ര സമൂഹത്തിലൊന്നാണ്. മകേര്യം, ചിത്ര, അവിട്ടം നാളെ വെളുത്തപക്ഷത്തിലെ മകേര്യം നക്ഷത്രം വളരെ നല്ലതാണ്. വ്യാഴാഴ്ച ഞാൻ സൂചിപ്പിച്ചു മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ്. അതിനാൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകൾക്ക് വളരെ ഗുണമായിട്ട് വരുന്നതാണ്. നാളത്തെ ദിനത്തിൻ്റെ ഒരു ദോഷം, നാളെ വിഷ്ടികരണമാണ്. ഈ കരണങ്ങളിൽ ഗുണമില്ലാത്ത കാരണമാണ് വിഷ്ടികരണം. വിഷ്ടികാലം കൃതം കർമ്മ വിനാശം ഉപഗച്ഛതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനാൽ നാളെ 2 മണിയോടുകൂടി വിഷ്ടികരണം കഴിയും. അതിനുശേഷം മകേര നക്ഷത്രം, ദോഷമൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാൻ നാളെ കാലത്ത് 10 മണി മുതൽ 11:45 വരെ അനുകൂലമാണ്. എങ്കിലും വിഷ്ടികാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 4 മണി വരെ ഏറ്റവും അനുകൂലമായി സ്വീകരിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.